റൂബിയിലെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് മെത്തഡ്സ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് ഇൻസ്റ്റൻസ് മെത്തഡ്സ്, ക്ലാസ് മെത്തഡ്സ്, ആക്സസർ മെത്തഡ്സ്. ഇവിടെ ഉപയോഗിക്കുന്നത് ഉബുണ്ടു പതിപ്പ് 12.04, റൂബി 1.9.3 എന്നിവയാണ്. ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിന് നമുക്ക് ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം. നമുക്ക് ലിനക്സ്, കമാൻഡുകൾ, ടെർമിനൽ, ടെക്സ്റ്റ് എഡിറ്റർ എന്നിവ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ പ്രസക്തമായ ട്യൂട്ടോറിയലുകൾക്കായി നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമ്മൾ തുടങ്ങുന്നതിന് മുൻപ് നേരത്തെ സൃഷ്ടിച്ച ടിടിടി ഡയറക്ടറി ആണെന്ന് ഓർക്കുക. ആ ഡയറക്ടറിയിൽ പോകാം. പിന്നീട് റൂബി ട്യൂട്ടോറിയൽ. ഊപ്പ് മെത്തഡ്സ് എന്ന പേരിൽ ഒരു ഡയറക്ടറി ഉണ്ടാക്കുക. ഇൻസ്റ്റൻസ് മെത്തഡ്സ് എന്നാൽ എന്താണ്? ക്ലാസിന്റെ എല്ലാ ഇൻസ്റ്റൻസസ് എന്നതിലും ലഭ്യമാകുന്ന മെത്തഡ്സ് ആണ് ഇൻസ്റ്റൻസ് മെത്തഡ്സ്. മുമ്പ് തന്നെ നമ്മൾ ഒരു ഒബ്ജക്റ്റ്സ് അല്ലെങ്കിൽ ക്ലാസിന്റെ ഇൻസ്റ്റൻസസ് എന്നത് ഉദാഹരണത്തിൽ സൃഷ്ടിക്കാൻ പഠിച്ചു. ബേസിക് ലെവൽ റൂബി ട്യൂട്ടോറിയൽസ് കാണിച്ചിരിക്കുന്ന പ്രകാരം geditൽ ഒരു പുതിയ ഫയൽ ഉണ്ടാക്കുക. ഇൻസ്റ്റൻസ് അണ്ടർസ്കോർ മെത്തഡ്സ് ഡോട്ട് ആർബി എന്ന നെയിം കൊടുക്കുക. ഇൻസ്റ്റൻസ് മെത്തഡ്സ് നടപ്പാക്കുന്നതിന് എനിക്ക് ഒരു മികച്ച ഉദാഹരണമാണ്. നമുക്ക് ട്യൂട്ടോറിയൽ താൽക്കാലികമായി നിർത്തി അതിനനുസരിച്ച് കോഡ് ടൈപ്പ് ചെയ്യാം. ഉദാഹരണത്തിന് ഞാൻ പ്രൊഡക്ട് എന്ന നെയിം കൊടുത്ത് ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നു. നെയിം, പ്രൈസ് എന്നീ ഇൻസ്റ്റൻസ് വേരിയബിൾസ് ഇനീഷ്യലൈസ് ചെയ്യുവാൻ ഇനീഷ്യലൈസ് മെത്തോട് കോൾ ചെയ്തു. ഞാൻ നെയിം, പ്രൈസ് എന്നീ പേരുകൾ ഉള്ള ഇൻസ്റ്റൻസ് മെത്തഡ്സ് ഡിഫൈൻ ചെയ്തു. ഇൻസ്റ്റൻസ് വേരിയബിൾസ് നെയിം, പ്രൈസ് എന്നിവ തിരിച്ചു നൽകുന്നു. ഇൻസ്റ്റൻസ് മെത്തഡ്സ് നോർമൽ മെത്തഡ്സ് പോലെ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. റൂബിയിൽ എങ്ങനെയാണ് മെത്തഡ്സ് സൃഷ്ടിക്കുന്നത് എന്ന് നേരത്തെ പഠിച്ചു. ഈ മെത്തഡ്സ് എല്ലാ സന്ദർഭങ്ങളിലും ഇൻസ്റ്റൻസസ് എന്നതിലും എങ്ങനെയാണ് ലഭ്യമാകുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ലോജിക് നടപ്പിലാക്കാം. ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഒബ്ജക്റ്റ് ആരംഭിച്ചു. അതിനെ പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ഒബ്ജക്റ്റ് അണ്ടർസ്കോർ 1 എന്ന നെയിം കൊടുത്തു. അത് നെയിം വാല്യൂ, പ്രൈസ് വാല്യൂ എന്നിവ ഉപയോഗിച്ച് ആരംഭിച്ചു. നെയിം, പ്രൈസ് എന്നീ ഇൻസ്റ്റൻസ് വേരിയബിളിലേക്ക് ഇനീഷ്യലൈസർ ബ്ലോക്ക് വാല്യൂസ് കൊടുക്കുന്നു. ഇപ്പോൾ പ്രൊഡക്റ്റ് ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് നെയിം, പ്രൈസ് എന്നീ ഇൻസ്റ്റൻസ് മെത്തഡ്സ് ഉപയോഗിക്കാം. ഈ രീതികൾ സ്വീകരിക്കുന്നതിന് ഇൻസ്റ്റൻസ് വേരിയബിൾസ് എന്നതിൽ സൂക്ഷിച്ചിരിക്കുന്ന മൂല്യങ്ങൾ നമുക്ക് ലഭിക്കും. ഇപ്പോൾ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യാം. ടെർമിനലിലേക്ക് മാറുകയും ടൈപ്പ് ചെയ്യുക റൂബി ഇൻസ്റ്റൻസ് അണ്ടർസ്കോർ മെത്തഡ്സ് ഡോട്ട് ആർബി. ഔട്ട്പുട്ട് കാണുവാൻ എന്റർ അമർത്തുക. നിങ്ങൾ ഒബ്ജക്റ്റ് ഇനീഷ്യലൈസ് ചെയ്ത മൂല്യങ്ങൾ പ്രിന്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് കാണാം. ലാപ്ടോപ്പ് 35,000. അടുത്തതായി മറ്റൊരു ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഇനീഷ്യലൈസ് ചെയ്യുക. ഈ ഒബ്ജക്റ്റിന് പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ഒബ്ജക്റ്റ് അണ്ടർസ്കോർ 2 എന്ന പേര് നൽകുക. ഈ സമയം നെയിം, പ്രൈസ് എന്നിവ വ്യത്യസ്ത മൂല്യങ്ങളാക്കി നമുക്ക് നൽകാം. ഇപ്പോൾ ഒബ്ജക്റ്റിന് നെയിം, പ്രൈസ് എന്നീ ഇൻസ്റ്റൻസ് മെത്തഡ്സ് കോൾ ചെയ്യാം. അടുത്തതായി ടെർമിനലിലേക്ക് തിരികെ പോയി മുൻപത്തെ കോഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഇത് വിജയകരമായി പ്രവർത്തിക്കുകയും പുതിയ വാല്യൂസ് അച്ചടിക്കുകയും ചെയ്യും. ക്ലാസ് പ്രൊഡക്റ്റിന്റെ എല്ലാ ഒബ്ജക്റ്റുകളും ഇൻസ്റ്റൻസ് മെത്തഡ്സ് എന്നതിന് ലഭ്യമാണ്. നിങ്ങളുടെ സ്വന്തം ഇൻസ്റ്റൻസ് മെത്തഡ്സ് ഇപ്പോൾ എഴുതുവാൻ നിങ്ങൾക്കാകും. അടുത്തതായി നമുക്ക് ക്ലാസ് മെത്തഡ്സ് കാണാം. ക്ലാസ് മെത്തഡ്സ് ക്ലാസ്സിനു മാത്രം ലഭ്യമായ മെത്തഡ്സ് ആണ്. ക്ലാസിന്റെ ഇൻസ്റ്റൻസസ് എന്നതിൽ മെത്തഡ്സ് ലഭ്യമല്ല. ക്ലാസ് മെത്തഡ്സ് നിർവചിക്കുവാൻ പല മാർഗങ്ങളുണ്ട്. നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. ബേസിക് ലെവൽ റൂബി ട്യൂട്ടോറിയലുകളിൽ കാണിച്ചിരിക്കുന്ന പ്രകാരം geditൽ ഒരു പുതിയ ഫയൽ ഉണ്ടാക്കുക. ക്ലാസ് അണ്ടർസ്കോർ മെത്തഡ്സ് ഡോട്ട് ആർബി എന്ന നെയിം കൊടുക്കുക. ക്ലാസ് മെത്തഡ്സ് ഒരു മികച്ച ഉദാഹരണമാണ്. നമുക്ക് ട്യൂട്ടോറിയൽ തൽക്കാലം നിർത്തി നമുക്ക് അതിനനുസരിച്ച് കോഡ് ടൈപ്പ് ചെയ്യാം. മുൻപ് തന്നെ ഒരു പ്രൊഡക്റ്റ് ക്ലാസ് എന്നതിനെ നിർവചിച്ചിരിക്കുന്നു. ഞാൻ മുമ്പ് ഒരു ഇനീഷ്യലൈസർ എന്നതിനെ കോൾ ചെയ്തു. എന്നിരുന്നാലും ഈ സമയം ഞാൻ ഡിസ്ക്രിപ്ഷൻ എന്ന പേരിൽ ഒരു എക്സ്ട്രാ ആർഗുമെന്റ് ചേർത്തു. ഇൻസ്റ്റൻസ് വേരിയബിൾസ് പോലെ അല്ലാതെ ഞാൻ ക്ലാസ് വേരിയബിൾസ് ഉപയോഗിക്കുന്നു. ക്ലാസ് മെത്തഡ്സ് നിർവചിക്കുന്ന 3 വ്യത്യസ്തമായ മെത്തഡ്സ് അവതരിപ്പിക്കും.
Name എന്നതിനുള്ള ക്ലാസ് മെത്തോഡ് ഡിക്ലറേഷൻ നോക്കുക. ഇവിടെ ക്ലാസ് നെയിം പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തെ ക്ലാസ് മെത്തോഡ്സ് ഡിക്ലറേഷൻ നോക്കുക. ഇവിടെ സെൽഫ് കീവേർഡ് ഉപയോഗിച്ചു. അടുത്തതായി നിങ്ങൾക്ക് ക്ലാസ് മെത്തോഡ്സ് ഡിഫൈൻ ചെയ്ത മൂന്നാമത്തെ മെത്തോഡ് ചെക്കൌട്ട് ചെയ്യുക. ഇനി നമുക്ക് ക്ലാസ് മെത്തോഡ്സ് നടപ്പിലാക്കാം. നമുക്ക് ആദ്യം പ്രോഡക്റ്റ് എന്നതിന്റെ ഒബ്ജക്റ്റ് തുടങ്ങാം. ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ എന്നതിന്റെ മൂല്യം നമുക്ക് നൽകാം. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ക്ലാസ് മെത്തോഡ്സ് എന്ന് വിളിക്കാം. ഇപ്പോൾ കോഡ് എന്നത് എക്സിക്യൂട്ട് ചെയ്ത് ഔട്ട്പുട്ട് പരിശോധിക്കുക. ടെർമിനലിലേക്ക് കടന്ന് മുൻപത്തെ കോഡ് എക്സിക്യൂട്ട് ചെയ്യുക. നെയിം, പ്രൈസ്, ഡിസ്ക്രിപ്ഷൻ എന്നിവ അച്ചടിക്കുമെന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം ക്ലാസ് മെത്തോഡ്സ് എഴുതാൻ കഴിയും. അടുത്തതായി നമ്മൾ accessor methods ആണ് എന്ന് കാണാം. റൂബി ക്ലാസസ് എന്ന വിഭാഗത്തിൽ ഡിഫൈൻ ചെയ്ത ഡാറ്റ ആക്സസ് ചെയ്യുവാൻ accessor methods ഉപയോഗിക്കുന്നു. accessor methods setter methods, getter methods എന്നിവ ഉൾക്കൊള്ളുന്നു. setter methods മൂല്യങ്ങൾ ക്രമീകരിക്കുക. getter methods ആ മൂല്യങ്ങൾ നേടുക. റൂബി ഈ methodsനെ ഡിക്ലെയർ ചെയ്യുവാൻ attr_accessor ഉപയോഗിക്കുന്നു. accessor methods എന്നതിന്റെ ഉദാഹരണം നോക്കാം. ബേസിക് ലെവൽ റൂബി ട്യൂട്ടോറിയലുകളിൽ കാണിച്ചിരിക്കുന്ന പ്രകാരം geditൽ ഒരു പുതിയ ഫയൽ ഉണ്ടാക്കുക. accessor_methods.rb എന്ന് നെയിം കൊടുക്കുക. accessor methods നടപ്പിലാക്കുന്നത് ഒരു മികച്ച ഉദാഹരണമാണ്. നമുക്ക് ട്യൂട്ടോറിയൽ താൽക്കാലികമായി നിർത്തി അതിനനുസരിച്ച കോഡ് ടൈപ്പ് ചെയ്യാം. ഈ ഉദാഹരണത്തിൽ ഞാൻ ഒരു പ്രോഡക്റ്റ് എന്നു പേരുള്ള ക്ലാസ് നിർവചിച്ചിരിക്കുന്നു. നെയിം, പ്രൈസ് എന്നതിനു വേണ്ടി attr_accessor ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ മെത്തോഡ്സ് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ അതിന്റെ പ്രവർത്തനം നടത്തുക. പ്രോഡക്റ്റ് ഒബ്ജക്റ്റ് എന്നത് ഇനീഷ്യലൈസ് ചെയ്തു. പിന്നെ പ്രോഡക്റ്റ് ഒബ്ജക്റ്റിന്റെ നെയിം, പ്രൈസ് എന്നിവ വച്ചു. attr_declaration എന്നതിന് ഡിഫോൾട്ട് ആയി വാല്യൂസ് ക്രമീകരിക്കുന്നതിന് മെത്തോഡ്സ് സൃഷ്ടിക്കുന്നു. നെയിം, പ്രൈസ് എന്നതിനു വേണ്ടി getter മെത്തോഡ്സ് ഉപയോഗിച്ച മൂല്യങ്ങൾ പ്രിന്റ് ചെയ്യുവാൻ ശ്രമിച്ചു. attr_accessor പ്രഖ്യാപിച്ചതിലൂടെ getter മെത്തോഡ്സ് സൃഷ്ടിക്കപ്പെട്ടു. ഇപ്പോൾ നമുക്ക് മുൻപത്തെ കോഡ് എക്സിക്യൂട്ട് ചെയ്യാം. നിങ്ങൾ സജ്ജമാക്കിയ മൂല്യങ്ങൾ പ്രിന്റ് ചെയ്യുന്നതായി ഞാൻ ശ്രദ്ധിക്കും. ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം accessor methods എഴുതാൻ കഴിയും. ശ്രദ്ധിക്കേണ്ട കാര്യം accessor methods ഡിഫോൾട്ട് ആയി ഇൻസ്റ്റൻസ് മെത്തോഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവയെ ക്ലാസ് പ്രോഡക്റ്റിന്റെ വ്യത്യസ്ത ഇൻസ്റ്റൻസസ് ആയി ആക്സസ് ചെയ്യാവുന്നതാണ്. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് ഇൻസ്റ്റൻസ് മെത്തോഡ്സ്, ക്ലാസ് മെത്തോഡ്സ്, accessor methods. ഒരു അസൈൻമെന്റ് എന്ന നിലയിൽ ടെമ്പറേച്ചർ എന്നു പേരുള്ള ക്ലാസ് ഡിഫൈൻ ചെയ്യുക. റൂബിയുടെ accessor മെത്തോഡ് സിന്റാക്സ് ഉപയോഗിച്ച് ഒരു ഇൻസ്റ്റൻസ് മെത്തോഡ് എഴുതുക. ഈ മെത്തോഡ് തന്നിരിക്കുന്ന ഫാരൻഹൈറ്റിനെ സെൽഷ്യസ് ആക്കി കണക്കാക്കേണ്ടതുണ്ട്. ലഭ്യമായ ലിങ്കിലെ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് സംഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ എന്ന പദ്ധതിയുടെ ഭാഗമാണ്. ഇത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവയുടെ പിന്തുണയോടുകൂടി നടപ്പാക്കുന്നു. ഈ മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ ലഭ്യമാണ്. വിജി നായർ സൈനിങ് ഓഫ്. നന്ദി.